ചേച്ചി, അമ്മ എവിടെ? എന്താ ചേച്ചി? രജനി, മോളെ, നീ എന്താ പറയാതെ ഇങ്ങോട്ട് വന്നേ? അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? മോളെ, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നീ തൽക്കാലം ഇതിൽ ഇടപെടണ്ട. സിദ്ധുവിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ആ പെണ്ണ് ആരാണെന്ന്. അവൾ ആരാണെന്ന് പറയിപ്പിക്കണോന്നോ? അത് ശരി. അപ്പൊ അമ്മ ഒന്നും അറിഞ്ഞില്ലേ? എന്താ മോളെ? ദേവികെ, നീ ഒന്നും അറിഞ്ഞില്ലേ? എന്താ ചേച്ചി? അവൾ ആരാന്ന് അറിഞ്ഞില്ലേന്ന്? ഇനി അച്ഛനായിട്ട് കാര്യങ്ങളൊന്നും പറയണ്ട. അവള് തന്നെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയയിലെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഏത് വീഡിയോ മോളെ? അത് ശരി. നാട്ടില് സംസാരമായി കഴിഞ്ഞു. ഗിരിയും അമ്മയും എല്ലാരും കണ്ടു. എന്നിട്ടും ഇവിടെ ആരും ഒന്നും കണ്ടില്ലേ? ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല. എന്താ ചേച്ചി? എന്താ കാര്യം? ആഹാ, മോളെ, നീ എപ്പോ വന്നു? ഗിരീഷ് എവിടെ? മോളെ, മോളോ? ഇത്രയൊക്കെ ആയിട്ടും അച്ഛൻ എങ്ങനെ ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കാൻ പറ്റുന്നേ? മോളെ, നീ എന്താ ഈ പറയുന്നേ? എന്താ പറയുന്നേന്നോ? മാന്യ പ്രേക്ഷകർക്ക് തെളിവെടുപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ജീവിതയാത്രയിൽ ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, തനൂജ. നമസ്കാരം. നമസ്കാരം. തെളിവെടുപ്പിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയാം. ഞാൻ തനൂജ, പള്ളിപ്പാട്ട് പരമേശ്വരന്റെയും സുജാതയുടെയും മകൾ. അങ്ങനെയാണ് എന്റെ മേൽവിലാസം. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ രേഖകളിൽ മാതാപിതാക്കളുടെ കോളത്തിൽ എഴുതി പിടിപ്പിക്കുന്ന പേര് പരമേശ്വരന്റെയും സുജാതയുടെയുമാണ്. പക്ഷേ എനിക്ക് ജന്മം തന്നത് അവരല്ല. ഏതോ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട് മേൽവിലാസമില്ലാതെ അനാഥയായി പോകേണ്ട എന്നെ ഏറ്റെടുത്ത് വളർത്തി വലുതാക്കിയ നിലവിലെ അച്ഛനമ്മമാരോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഈ ലോകം അറിയേണ്ട എന്റെ ജന്മരഹസ്യം ഞാൻ പരസ്യപ്പെടുത്തുകയാണ്. എന്റെ അച്ഛൻ മറ്റാരുമല്ല, സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്. ഏതോ ഒരു സ്ത്രീയെ ചതിച്ചതിന്റെ കഥ പിന്നിലുണ്ട്. അതൊന്നും എനിക്കറിയില്ല. എത്ര വലിയ ചതിയനാണെങ്കിലും എനിക്ക് എന്റെ അച്ഛൻ വലുതാണ്. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.